കുഞ്ഞു എന്നെ കഴിവുള്ളവനാ. ഇത്രയും കണ്ടല്ലോ. ഓക്കെ ബൈ. മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇളകും ഞാൻ. സത്യന സോ ഗൈസ്, ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ മായ സിൻഡ്രല്ലയിലാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇത് തിരഞ്ഞെടുക്കാനുള്ള കാര്യം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കഫറ്റേരിയ ഉണ്ട്. സോ നമുക്ക് ഇവിടുത്തെ കഴിയുമ്പോഴത്തേക്കും അവിടെ പോയി കഴിക്കാം. ഇവിടെ ഇരിക്കുന്ന എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് തിന്നാൻ കിട്ടും. നമ്മളെവിടെ ഒരു സ്ഥലം അന്വേഷിച്ചാലും ആദ്യമേ നമ്മൾ തിന്നാൻ ഇവിടെ കിട്ടുമെന്നാണ്. അപ്പം രണ്ടും കൂടെ ഒത്തു വന്നൊരു സലൂൺ ഇതാണ്. സോ ഞാൻ അതുകൊണ്ട് ഇതെടുത്തു. ഇനി ഇത് പ്രമോഷനാണെന്ന് പറഞ്ഞാൽ ആരും ഓടി വരില്ല. നല്ലത് കണ്ടാൽ നല്ലത് പറയണം, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യം. സോ വാ. ഹായ്, ഇതാണ് ഇതിൻ്റെ ഓണർ. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു. ഹായ്. എത്ര നാളായി സർവീസ്, അതുപോലെ തന്നെ കഫേ അടുത്ത് വരാനുള്ള കാര്യം എല്ലാം പറഞ്ഞു. എന്താണ് അതിന്? അതൊരു ശരിക്കും നോർമലി ഒരു സലൂണിൽ സൈഡിലൊന്നും അങ്ങനെ കഫേ, ഞാനിതുവരെ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ ഫസ്റ്റ് അനുഭവമാണ്. അപ്പം അത് ഇവർ തന്നെ ആയിരിക്കുമല്ലോ ഇതിനൊക്കെ കാരണം. ഇങ്ങനെ തുടങ്ങാൻ എന്തോ ഒരു റീസൺ പറ. അത് നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഏറെ നേരം അവർ വർക്കിലൊക്കെ നിൽക്കുമ്പം അപ്പോൾ അവർക്കൊരു റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പം ഇങ്ങനെ എല്ലാ സലൂണിലെ ആൾക്കാരും ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് യൂട്യൂബിൽ വ്ളോഗ് പോകുന്നത്. ഓക്കെ, സോ നമുക്കിരിക്കാം. ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടു പരിചയമുണ്ട്. ഒരു ഹായ് പറയും പ്ലീസ്. ഹായ് 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 ഹായ്. ഇദ്ദേഹം ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഒരു ബാധ പോലെ കൂടിയിരിക്കുകയാണ്. സോ അപ്പം എൻ്റെ എല്ലാ പരിപാടിക്കും ഓൾമോസ്റ്റ് ചാച്ചൻ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ വട്ടവും ചാച്ചൻ വെയിറ്റിങ്ങിലാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ചാച്ചൻ്റെ ഫാനാണെന്ന് നമ്മുടെ മായ മാം, ഇതിൻ്റെ ഓണറാണ്, എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ചാച്ചൻ്റെ അടുത്ത് പോയി പറഞ്ഞു ചാച്ചൻ്റെ ഫാനാണ്. ഇതിൽ കൂടുതൽ അംഗീകാരം ഇനിയും ചാച്ചന് വേറെ ഒന്നും വേണ്ട. സോ അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, എൻ്റെ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ്, ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് ചെയ്തതിന് ശേഷം കാണിക്കാം. ഞങ്ങൾ ഓൾറെഡി അപ്പം മുട്ടയും കഴിച്ചു. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. നമ്മൾ ഫുഡാണല്ലോ നമ്മളുടെ അടുത്ത് വന്നപ്പോഴേ ചോദിച്ച ഫുഡ് കഴിച്ചോന്നാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായി മാറുവാണ്. സോ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളെയാണ് നമുക്കും വേണ്ടത്. പിന്നെ ഇത് അത് മതി. ഞാൻ ഓൾറെഡി ഇപ്പം വേണ്ട, നമ്മളൊന്ന് റെഡി ആയിട്ട് എനിക്ക് ഇവരാരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് തന്നോളൂ. നമ്മൾ ഈ തിരക്കൊന്ന് കഴിയട്ടെ. ഇതിപ്പോൾ എൻ്റെ മുഖം കാണത്തില്ല, അതുപോലെയാണ് എൻ്റെ മുടി വന്ന് ചുരുണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. ഞാൻ എൻ്റെ തലമുടി ബായിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ബായി പറയുന്നത് ഇപ്പം ശരിയാക്കി തരാം. എന്താ ഇപ്പം ശരിയാക്കി തരാം? എങ്ങനെയല്ലേ പറയുന്നത്? എന്താ പറഞ്ഞത്? ഇപ്പം ശരിയാക്കി തരുമോ? കുറച്ച് ശരിയാവും. ബോട്ടോക്സ് സ്ട്രേറ്റ് ആയിട്ടില്ല, ജസ്റ്റ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ ഇത് ബോട്ടോക്സിൽ? നല്ല രീതിയിൽ മലയാളം പറയുന്നുണ്ട്. ഹൗ ലോങ് ഹിയർ വർക്ക്? 3 years ഫോർ ദർ കേരള. അപ്പോൾ ഓക്കെ, എഞ്ചുവടിയൊക്കെ പഠിക്കേണ്ട സമയമായി. അപ്പോൾ എല്ലാം പ്രശ്നമില്ല. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് മുടിയുടെ ബിഫോർ ലുക്ക്. ഇതിന് ട്രാൻസിഷനൊക്കെ കാണിക്കും. ഇത് നമുക്ക് ഉടനടി ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ അല്ല, കുറച്ച് ക്ഷമയൊക്കെ വേണം. അതുകൊണ്ടാണ് അടുത്തതിനെ കഫയുള്ള സലൂൺ തന്നെ നോക്കിയത്. അതാകുമ്പോൾ തിന്നുകയും ചെയ്യാം, കാര്യവും നടക്കും. സോ മൈക്ക് എവിടെയും കഫേ എവിടെയോ. ഇത് ചാച്ചൻ മെയിനായിട്ട് എൻ്റെ കൂടെ വരാൻ കാര്യം ഇവിടെ അടുത്ത് കഫേ ഉണ്ടെന്ന് അറിഞ്ഞോണ്ടോ കേട്ടോ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചാച്ചൻ വീട്ടിൽ പോയേനെ. രാവിലത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മൾ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കഫേ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വന്നു. അങ്ങനത്തെ ഒരു സലൂൺ റെയർ ആണല്ലോ. കേരളത്തിൽ വേറെ എങ്ങും ഇങ്ങനെ ഒരു സലൂൺ ഞാൻ കേട്ടിട്ടില്ല അല്ലേ? അതായത് അല്ല, അങ്ങനെ ഉണ്ടോ? കേരളത്തിൽ വേറെ സലൂൺ ഉണ്ടോ? ഇല്ല. അല്ല, അങ്ങനെ ഏതെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സലൂണും കഫേയും കൂടെ ഒരുമിച്ചുള്ള ഏതെങ്കിലും സലൂൺ ഉണ്ടെങ്കിൽ. സോ നമുക്കിതിൻ്റെ ബാക്കി പ്രൊസീജിയറൊക്കെ കാണാം. നിങ്ങൾ ലൈവായിട്ട് കണ്ടോ? ബാക്കിയുള്ളതൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പോസ്റ്റെന്ന് പറഞ്ഞാൽ അതുപോലെ പോസ്റ്റാവുന്നത്. പക്ഷേ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടണല്ലോ, തൊട്ടടുത്ത് ഗൈസ് നമുക്ക് ഞം വെക്കാനുള്ള സാധനമുണ്ട്. ഞം വെക്കാനുള്ള കണ്ട
കണ്ട വേണ്ട എന്തോരം പലഹാരങ്ങളായിരിക്കുന്നേ. കഷ്ടമുണ്ട്. അവളാണ് അതിൻ്റെ അകത്തിരിക്കുക. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സംഭവമാണ്. ഇതാകുമ്പോൾ നമ്മൾ പോസ്റ്റ് അടിക്കത്തില്ല, നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലല്ലേ? ആ ഹാ 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 ഹാ. ഇവനാണ് നമ്മുടെ ക്യാമറാമാൻ കം എഡിറ്റർ കം അനിയൻ കം ഡിസ്കൗണ്ട് കം. നമുക്ക് അവളെ പോയി ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് വരാം. വാ വാ വാ. ഫുഡ് ഡീ ഈ സെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഈ സെറ്റപ്പ് കൊള്ളാം. വേണോ? ഏതാ വേണ്ടേ? വേണേ കട്ട്ലേറ്റ് ഉണ്ട്, മീറ്ററൽ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പച്ച ഉണ്ട്. ഈ പരിപാടി ഞാൻ വിടും. അവിടെ വേക്കൻസി ഉണ്ടോ ചോദിക്കും. അവിടെ വേക്കൻസി അല്ല, ഞാൻ അവിടെ തിന്നും കുടിച്ച് ഒരു കാര്യം ചെയ്യ്. എന്നാ ഇത്രയും കണ്ടല്ലോ. ഓക്കെ ബൈ. ഇല്ല ഇല്ല ഇല്ല, ഇത് ചെയ്യുമ്പോൾ കഴിക്കാൻ പാടില്ലെന്നാ. ആണാണ്, വെള്ളം മാത്രം അല്ലേ? ആ വള്ളി പാനി 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 ബാബാ. ആ ഓക്കെ ഓക്കെ. അത് അവിടുത്തെ അല്ല, അത് ചൈനയാണ്. ബൈ ബൈട്ടോ ബൈ കാവോ കാവോ കാവോ. ബായ് യൂം ബൈട്ടോ. മീറ്ററോള് കഴിക്കാം. ഒന്നും അങ്ങോട്ട് കിട്ടുന്നുമില്ല. എന്നാൽ ഫിഷ് എടുത്തോ ഹാപ്പി ഫിഷ്. ചെയ്യാൻ വന്നത് സമൂസ വേണമെന്ന്. ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇത് മാതൃകയാക്കണം, മനസ്സിലായി? ഞങ്ങളുടെ കൂട്ടുള്ള പാവം പിടിച്ച ഭർത്താക്കന്മാർ വൈഫിൻ്റെ കൂടെയൊക്കെ വരുമ്പം അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനത്തെ സാധനം എല്ലായിടത്തും സെറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഇതെല്ലാവരുടെ അഭ്യർത്ഥന. ഇത് കണ്ട് പഠിക്കണം, മനസ്സിലായി? അവിടെ മുഴുവൻ വെട്ടുമ്പം നമ്മളല്ലെങ്കിൽ ഫോണിൽ കളിച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ചാർജും തീരും, എല്ലാം തീരും. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ അതും വെടിക്കെട്ട് മീറ്ററോള്. കുറേ നാൾക്ക് ശേഷം ഇത് കണ്ടോ, നിറച്ച് ഫില്ലിങ്സാണ്. മറ്റേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിനകത്ത് നമ്മൾ ഇച്ചിരി ഫില്ലിങ് കണ്ട് പിടിക്കണം. എൻ്റെ പൊന്നളിയാ പാടാം. ഇതാകുമ്പം അടിപൊളിയാണ്. ക്യാമറമാൻ മുടിഞ്ഞ തീറ്റയാണ് കേട്ടോ. ഇവൻ ഈ ഫോൺ ഇത് വെച്ചിട്ട് ഭയങ്കര തീറ്റയാണ്. ഷോ വേണ്ടോ? ആ ഇത് മേടിച്ച് സമ്മതിക്കണം കേട്ടോ. എന്താ ചെയ്യാനാ, പിന്നാമ്പുറ കാഴ്ചകൾ ഇതൊക്കെയാണ്. എല്ലാവരും വിചാരിക്കും ഞങ്ങൾ മാത്രമേ തിന്നുന്നുള്ളൂ. നല്ല ചേച്ചി ഒരു സമൂസ എടുത്ത് കഴിച്ച്. ചേച്ചി എടുത്ത് കഴിക്കാനെന്നൊരു സമൂസ കഴിച്ചില്ല ഞാൻ. അമ്മ ആ ഇത് കഴിക്കും. ചേച്ചിക്ക് വേണ്ട എന്താണെന്ന് വെച്ചെടുത്തു. സമൂസയാണോ ഏതാണോ ചേച്ചിക്ക് വേണ്ടത് എടുത്താ. ചേച്ചി നമ്മളെ സ്വന്തം ചേച്ചി. ഇനി മുതൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരായി. കൊച്ചിയിൽ നിന്ന് ഇങ്ങ് വരുക. രസമുള്ള പരിപാടിയാണ്. ഇതിപ്പോഴാണ് അവളെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കൂടിയത്. ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ എല്ലാ ഭാര്യമാരോടും ഞാൻ പറയാം, എല്ലാ കല്യാണം കഴിച്ച ആൾക്കാരോടും, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോടും, ഇനിയും കല്യാണം കഴിക്കാത്തവരോടും ഞാൻ പറയാം, കൊണ്ടുപോകാൻ പോകണില്ല. ഇങ്ങനെ ഇതുപോലത്തെ സലൂണിൽ കൊണ്ടുപോകണം. എന്നാലേ നമുക്കിങ്ങനെ അല്ലെങ്കിൽ പാടാ. എത്ര മണിക്കൂർ ഇരിക്കണം എന്നറിയോ ഈ സാധനമൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മൾ ആമ്പിള്ളേർക്കാണെങ്കിലോ മുടി വെട്ടണമെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4, 5 മണിക്കൂർ അങ്ങ് പോവും, മനസ്സിലായി? അപ്പം ബെസ്റ്റ്. ഞാനേ ആ വെളിയിൽ പോയി മീറ്ററോൾ ഇതെല്ലാം കഴിച്ചിട്ട് വന്നപ്പോൾ വിചാരിച്ചു അന്നൊരു സ്പാ. ഇവള് പറയാം, നീ വക്കല്ലെല്ലാം അറിയാം. ചുമ്മാ ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അവസാനം ഓണർ പറഞ്ഞു പിടിച്ച് ഇവനെ വല്ല സ്പായും ചെയ്ത് അവിടെ മിണ്ടാതിരുത്തിക്കാൻ. സോ അതുകൊണ്ടാണ് സ്പാ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ മര്യാദയ്ക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നേനെ. അത് ഞാൻ ചെയ്യാൻ സ്പായുടെ പേരെന്ന് കൊറിയൻ സ്പാ. ഇപ്പം ഇവിടെ വിഷയമാവും ഇവിടെ. ഇപ്പോൾ അതും പ്രത്യേകിച്ച് സ്റ്റാഫ് പറഞ്ഞു എന്നെ ഒന്ന് സ്പാ ചെയ്താൽ കൊള്ളാമെന്ന്.
ഏതാണ്ട് പറയാനാ. ഞാനൊരു മാസം അടിക്കാൻ വന്നത്, പക്ഷെ എനിക്ക് മാസം അടിക്കാൻ തോന്നുന്നില്ല. എനിക്ക് പറയാൻ ഉള്ളത് ഞാൻ മറന്നുപോയി ഗൈസ്, പറയാനുള്ളത് മറന്നുപോയി. ഓ, എൻ്റെ സാറ് ഇവിടെ സ്പാനർ എടുത്തു. ആ മൊയ്തീനെ ആ ചെറിയ ഒരു സ്പാനർ ഇങ്ങെടുക്ക്. ഉഷേ അതൊരുമാതിരി വയ്യാത്ത ഉഷയുടെ കൂട്ടായി പോയല്ലോ. എന്താണ് ഞാൻ മറക്കണ്ടേ? എൻ്റെ മഹാലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കൈ കിടന്ന് പിടഞ്ഞ് മരിച്ച് ഞാൻ മറക്കണോളൂ. കയറുവാണോ മക്കളെ, കയറുവാ. ആരാന്ന് ഗൈസ് ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ ആരാന്നൊന്നും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഇത് ഏത് നടനാന്ന്. ഞാൻ എവിടെ പോണം? ഞാൻ വീട്ടിൽ പോണം. ഞാൻ വീട്ടിൽ പോണം. സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ? സ്വപ്നം കാണാറുണ്ടോ? ഗൈസ് ഈ സൗണ്ട് ഓക്കെ എങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഞാൻ കൊറിയൻ സ്പാ ചെയ്യാൻ പോകും ഗൈസ്. ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ എന്തൊരു നിശബ്ദത. വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ഇവിടെ എന്തൊരു നിശബ്ദത കാര്യമുണ്ട് പോയപ്പോൾ ഈ പെണ്ണിൻ്റെ വായ അടങ്ങിയപ്പോൾ തന്നെ പകുതി ഇവിടെ സൈലൻ്റായി. സൈലൻസ്. അയ്യോ ഓക്കെ. അപ്പോൾ ഗൈസ് എൻ്റെ കൊറിയൻ സ്പാ കമോൺ ലെറ്റ്സ് ഗോ. ഹായ്, ഇത് ഇവിടുത്തെ ബോസ് കേട്ടോ, ബോസും ബോസത്തിയും ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് വലിയ ശല്യമാണ് ഇത് കേട്ടോ ഗൈസ്. ഞാൻ അറിയാമട്ടെ, എനിക്കറിയാം നിങ്ങൾക്കെല്ലാം ഇവിടെ വ്ളോഗായിരിക്കും വേണ്ട, ഇന്ന് ഞാനാണ് ചെയ്യുന്നത്. ഇവിടെ എന്നെ സമ്മതിക്കുന്നില്ല, ഞാൻ കയറിപ്പോവും, അത് പറ്റത്തില്ല അവർക്ക്. എവിടാ വേറെ നമ്മുടെ ഗൈസ്. അപ്പം നമ്മളെ വേറൊരു സ്ഥലത്തോട്ട് പോവാം. ഓ മൈ ഗാഡ്, can you says beans here? Come on, let's do it! Yay! എവിടാ? ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ, എനിക്ക് കൊറിയൻ സ്പാ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എങ്ങനെ ഞാൻ കിടക്കണം? കൈസേ ഓക്കെ. ഇവിടെ മാല റിമൂവ് ചെയ്യണം. ഓക്കെ എല്ലാം പിടിക്ക്. ഞാൻ ട്രോമയിലോട്ടായി പോകുന്നു ഗൈസ്. കാരണം ഈ സാധനം മാറ്റിയപ്പോൾ ഉണ്ടല്ലോ, എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കിട്ടിയ ഫീൽ എനിക്ക് വരുന്നു. കാരണം ഇതങ്ങോട്ട് അടയ്ക്കുകയും പിന്നെ അരയ്ക്ക് കീപ്പോട്ട് തളരുകയും കൂടെ ആയിരുന്നു. പിന്നെ ഒരു കർട്ടൻ ഇങ്ങനെ ഇട്ടു. പിന്നെ കീറി മുറിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം, കീറി മുറിക്കുന്ന ഡ്രില്ല് ചെയ്യുന്ന. അവസാനം ഈ കാലകൾ കമ്പി അങ്ങ് കയറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കൊറിയൻ സ്പാ ചെയ്തിട്ട് വരാം. ബൈ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ കിഡ്നി ഏതാണ്ട് എടുക്കാൻ പോവുക. എന്നെ ഇവിടെ തളർത്തി കടത്തിയേക്കുക. അല്ല ഗൈസ്, ഞാൻ കൊറിയൻ സ്പാ ചെയ്യാൻ പോവുക ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നോക്കട്ടെ, ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ജെന്യുവൻ റിവ്യൂ ആയിരിക്കും എൻ്റെ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഞാൻ പറയും, ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. അപ്പോൾ ഓക്കെ, കൊറിയൻ സ്പാ ചെയ്തിട്ട് കാണാം. ഇറങ്ങി പോടാ, കടക്ക് പുറത്ത്. ഫസ്റ്റ് നമ്മൾ ആദ്യം ഹെയർ നല്ലപോലെ ഡീപ്പായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബോട്ടോക്സ് ക്രീം അപ്ലൈ ചെയ്യുക. ഈ ക്രീം അപ്ലൈ ചെയ്ത് എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 1 hour. ഈ ക്രീം അപ്ലൈ ചെയ്ത് 1 hour വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് വാഷ് ചെയ്തിട്ട് അയണിങ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത് ഫുള്ള് ക്രീം അപ്ലൈ ചെയ്ത് 1 hour വെയിറ്റ് ചെയ്യണം. സോ ഇനി 1 hour കഴിഞ്ഞ് കാണാം. ഞാൻ ഉറക്കത്തിലാണ് ഗൈസ്. അതെ, ഞാൻ എങ്ങോട്ടോട്ടോ പോവാ. അവളോട് പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യുന്നു, ഇവരുടെ പണി ചെയ്യുന്നു. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടായി സലൂൺ തിരഞ്ഞെടുത്തതെന്ന്. ഇന്ന് മുറുക്കിക്കൊണ്ട് വന്നേ ഉള്ളൂ കേട്ടോ കമ്പി.
അതാണ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് മേടിക്കുന്നത്. ഇത് ഒറ്റയടിക്ക് വായിക്കാത്തിടാൻ പറ്റുമോ സക്കീർ ബ്രേക്ക്? ഇത് ഒറ്റയടിക്ക് വായിക്കാത്തിടാൻ പറ്റുമോ? ഞാൻ ഇടട്ടെ? അവർ ഞാൻ കഴിക്കാൻ നോക്കി നിന്നിട്ട് എന്നെ ഭയങ്കര പ്രോത്സാഹനം, ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോന്ന്. എല്ലാവരും ഹായ് പറ. കൊള്ളാം കേട്ടോ, പിള്ളേരൊക്കെ നല്ല അടിപൊളി പിള്ളേർ, എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ. പക്ഷെ ഇവർ വന്നപ്പം തൊട്ട് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഇത് പറഞ്ഞപ്പം തൊട്ടാണെങ്കിൽ അവൻ വായ അടയ്ക്കുന്നില്ല. അവനാണെങ്കിൽ 32 വരെ 42 വല്ലതും കാണിച്ച് ചിരിച്ചോണ്ടിരിക്കുക ആണോ? വേണ്ടേ സ്വയമേ അങ്ങ് പറയുമോ ഞാനൊരു സ്മൈല് ചെയ്യാനാണെന്ന്. നിനക്ക് പണ്ട് ടിക്ടോക്ക് അതല്ല, നിനക്ക് പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഈ ടിക്ടോക്ക് ഉള്ള പിള്ളേരൊക്കെ നേരത്തെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചാച്ചൻ കൊറിയൻ സ്പാ ചെയ്യാൻ പോയി. എത്ര നേരം എന്ന് പറഞ്ഞാൽ ചാച്ചനും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ കൊറിയൻ സ്പാ എടുത്തില്ല എന്നെങ്കിൽ ഒരു വമ്പൻ നഷ്ടമായി പോയെന്ന് ചാച്ചന് കുറഞ്ഞത് ഒരു 10 വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇതാണ് കൊറിയൻ സ്പായുടെ ഹൈലൈറ്റ്. ഇത് നല്ല ചെറിയ ചൂടുവെള്ളത്തിലാണ് കറക്റ്റ് ബോഡി ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ വാഷ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി നല്ല റിലാക്സിങ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. എനിക്കിത് മൈക്ക് പോലും എടുത്ത് കൈ പിടിക്കാൻ വയ്യ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊക്കെ നടക്കുന്നില്ലയോ. അവർ മാസത്തിൽ 2-3 തവണയെങ്കിലും ചെയ്യണം. അയ്യോ ഭയങ്കര റിലീഫാണ്. തലയിലുണ്ടല്ലോ നമ്മൾ കൊട്ടക്കണക്കിന് ടെൻഷനും ഭാരം വെച്ചെന്ന് പറയാനുള്ളൂ. ഈ സാധനം ചെയ്താൽ മതി, പരിപാടി അങ്ങ് മാറിക്കിട്ടും, ആശ്വാസം കിട്ടും. ഇത് ഏത് സ്റ്റേജ് വരെ ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് ഉറങ്ങി ഞാൻ പോയി. അയ്യോ എന്നെ കത്തിക്കാൻ പോവാന്ന്. തലയിൽ എന്താ പറയുക, എൻ്റെ തലയിൽ ഒത്തിരി ഇതുണ്ടായിരുന്നു, എന്താ കുറേ ടെൻഷനും കാര്യങ്ങളും, അതെല്ലാം പുകച്ച് കളയാൻ പോവാ, പുകച്ച് പുറത്ത് ചാടിക്കാൻ പോവാ. അയ്യോ അയ്യോ ഹലോ ചെക്ക് മൈക്ക് ചെക്ക് 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 ചെക്ക്. അപ്പോൾ എൻ്റെ ത്രെഡിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് ഇത്രയും ബ്രോഡായിട്ടുള്ള ത്രെഡിങ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അതേ എനിക്ക് ചേർത്തുള്ളൂ, കാരണം ഫേസ് ചെറുതായതുകൊണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലീനപ്പ് ചെയ്യാൻ പോവാണ്. കാരണം എൻ്റെ ഫേസിലെല്ലാം നല്ലപോലെ ഡെഡ് സ്കിൻസായിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ നല്ലപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ക്ലീനപ്പ് കൂടെ എന്തായാലും ചെയ്യാവുന്ന. സോ നമ്മൾ ക്ലീനപ്പ് ചെയ്യാൻ പോവാം. അതിന് മുന്നേ ചാച്ചനെ ഒന്ന് കണ്ടോട്ടെ. ചാച്ചൻ എവിടെയാ? ആണോ? ആഹാ ആഹാ, ഇനി എന്തോ വേണം. ചാച്ചാ എവിടുന്ന ശല്യം എന്നല്ല, എവിടുന്ന ചക്കര സൗണ്ട് എന്ന് ചോദിച്ചേ. ഞാൻ ബഹിരാകാശത്താ. ഇത് ശരിക്കും വന്നിട്ട് ചാച്ചനാണ് കൂടുതൽ ഉപകാരമുണ്ട്. ചാച്ചന് ഇതുപോലെ ഇത്രയും ശാന്തനായി കടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അടിപൊളി മസാജായിരുന്നു കാണും അത്. അപ്പോൾ നമ്മൾ ക്ലീനപ്പ് ചെയ്യാൻ പോ ഗൈസ്, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി മാറ്റേഴ്സ് ഉണ്ട്. സോ ക്ലീനപ്പ് ചെയ്തതിന് ശേഷം കാണാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഇതാണ് ക്ലീനപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഫേസ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. വീട്ടിലും ഇവിടെ ഇത് തന്നെ. എന്ത് വേണം? ഞാൻ ആദ്യമേ ഞാൻ ചോദിച്ചു എത്ര നേരം കിടക്കണമെന്ന്. 1 മണിക്കൂറെന്ന്. ഞാൻ ഇനി 2 മണിക്കൂർ കിടക്കാനും റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഫോർ ആഫ്റ്റർ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇറങ്ങിപ്പോയി. പക്ഷെ വേറൊരു കാര്യം പറയാൻ, ഞാൻ ബിസിനസ് അല്ലാതുള്ള ടെൻഷന് ഇതും കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, ഞാൻ പറയാമല്ലോ, മാസത്തിൽ 2 തവണയിൽ ഈ സാധനം ചെയ്തു വർത്ത. മനസ്സിലായി? ഇത് ആണോന്നോ? 10 ഞാൻ 20 കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൊരു റിലീഫാണ്. റിലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണെങ്കിൽ, കാരണം ഞാൻ ആകെ നമ്മുടെ കല്യാണത്തിന് മാത്രമേ ഒരു മണിക്കൂറോ അത്രയും ഇങ്ങനെ നിന്നിട്ടുള്ളൂ, അല്ല ഞാൻ നിന്നിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ ഇത് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു 1 മണിക്കൂറുണ്ടല്ലേ. പക്ഷെ വേറെ ഉണ്ട്, 1 അല്ല 2 അല്ല 3 മണിക്കൂർ നമ്മൾ അവിടെ തന്നെ കിടക്കും. അമ്മാതിരി ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ് അല്ലാതെ ടെൻഷനൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഇത് ചെയ്തിരിക്കണം. ഇത് മസ്റ്റാണ്. കാരണം നമ്മുടെ ടെൻഷൻ അല്ലാതെ മാറ്റാത്തവർ ഇതിൽ മാറ്റാൻ പറ്റും. ഞാൻ അനുഭവിച്ചവനാ. ഞാൻ ജെന്യൂൻ റിവ്യൂ നിങ്ങൾക്ക് കരുതുള്ളൂ.
ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. മാല സൂക്ഷിക്കാൻ ഞാൻ സൂക്ഷിക്കും, എല്ലാം ഞാൻ സൂക്ഷിക്കും. അപ്പുറത്ത് ജീവിതത്തെ ആദ്യമായിട്ട് കാണും അടങ്ങിക്കിടക്കുക. അയ്യോ, ഇതൊക്കെ റെയറായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ്. എന്നാലും നിൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഉള്ള ട്യൂണ് താം തരികയുടെ തിത്തിത്തവും. എൻ്റെ അളിയ ഞാനും വന്ന് ഇടാൻ പോയി, എനിക്കൂടെ അയച്ചു തന്നത് താം തരികയുടെ തിത്തിൻ തരികയുടെ തിത്തിത്തവും. വേണം അനിരുത്തിൻ്റെ. പക്ഷെ വേറെ ഉണ്ട് അനിരുത്തിൻ്റെ ഇതിലൊക്കെ വേടനെ വിളിക്കണമെങ്കിൽ അതല്ലെങ്കിലും വേടനെ എനിക്കിഷ്ടമാണ്, കാരണം അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ക്ലീനപ്പ് കഴിഞ്ഞു. ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ? ക്ലീനപ്പ് ചെയ്തപ്പോൾ തന്നെ കുറേ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ക്ലീനപ്പ് ചെയ്യുന്നത് ബ്രൈറ്റ് ആവാനല്ല. ആക്ച്വലി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡസ്റ്റും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഓവറായിട്ടുള്ള ഓയിലൊക്കെ കളഞ്ഞ് നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി കുളിക്കുന്നല്ല, ഡീപ്പായിട്ടൊക്കെ കുളിക്കുന്ന പോലെ തന്നെ ഫേസ് നല്ലപോലെ ക്ലിയർ ആക്കുന്നതാണ്. ഈയിടയ്ക്ക് ക്ലീനപ്പിൻ്റെ ആരും ചോദിച്ചപ്പോൾ പറഞ്ഞു വെളുക്കാനായിട്ട് ആരാണ്ട് എന്തൊക്കെ തേക്കുന്നു. അതല്ല, ക്ലീനപ്പ് എന്ന് പറയുന്നത് ഇതാണ് മെയിൻ സംഭവം. ഞാൻ ഈ കൊച്ചിയിൽ നിന്നൊക്കെ എപ്പോഴും ഷൂട്ടിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ പൊടിയെല്ലാം അടിച്ച് അവിടെ ഇപ്പോൾ മെട്രോടൊക്കെ വർക്ക് നടക്കുമല്ലേ, വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്ന നല്ല മസാജുമായിരുന്നു. ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ നമുക്കിനി ഇപ്പം ചെയ്തിരിക്കുന്ന ഈ ക്രീം വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് പിന്നെ ഇത് ഡ്രൈ ചെയ്തിട്ട് പിന്നെ ഇത് സ്ട്രെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഷ് ചെയ്യാൻ പോവാം. വാഷ് ചെയ്തിട്ടായിരിക്കും സ്ട്രെയിറ്റ് ചെയ്യുന്നത്. സോ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിശന്ന് അത് കഴിക്കാൻ പോവാ. എൻ്റെ വയറിന് കുശാല 2:45 സംതിങ് ആയി. അപ്പം എന്തായാലും ഇനിയിപ്പം മീൽ കഴിക്കാതെ എനിക്കൊന്നും പറ്റില്ല. സോ നമുക്കപ്പം മീൽ കഴിക്കാം. ഇവിടുന്ന് കഫേയും ഇതും തമ്മിലുള്ള ഒരു ദൂരം കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത് നോക്ക്, ഈ ഹോസ്പിറ്റലിലൊക്കെ ക്യാൻറ്റീനൊക്കെ ഇത് ശരിക്കും ആരുടെ ആയിരുന്നു? ആണോ? ഭയങ്കര വർക്കൗട്ടായ. ഓ, വാഴയിലയിൽ ഞാൻ തന്നെ കൊതി വിട്ട് മിക്കവാറും ഞാൻ തന്നെ എനിക്ക് പണി വാങ്ങിച്ചു വെക്കും. ഇതൊക്കെ കാണുന്ന എൻ്റെ ക്യാമറമാൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണേണ്ടത്. അവൻ്റെ വായിൽ കൂടെ ഒരു കപ്പൽ ഓടിക്കാൻ പാകത്തിന് വെള്ളം പോകുന്നുണ്ട്. ഓ, സവോളയുണ്ട് കേട്ടോ എക്സ്ട്രാ. ഇത് നോക്ക്, മീൻ. ഓ, ഇതിൻ്റെ അകത്തും മീൻ നോക്ക്. ഒരു മീൻ കൂടാതെ പിന്നെയും വേറെ മീൻ. അപ്പോൾ ലാഭമൊന്നും വേണ്ടായോ? ഈ ബോട്ടോക്സ് ചെയ്യാൻ കുറഞ്ഞതൊരു 4 മണിക്കൂർ വേണം. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല നാടൻ ഊണ് വേണമെന്ന്. നല്ല സൂപ്പർ സാധനം. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല ഗൈസ്, നല്ല ബംബ്ലാസ്റ്റിക് ഊണായിരുന്നു. സൂപ്പർ. ഇച്ചിരി കളഞ്ഞിട്ട് കഴിയില്ല, കൊതി കിട്ടുമെന്ന് ചാച്ചൻ പറയുന്നേ. ഒരുപാട് സൂപ്പർ. എനിക്ക് എൻ്റെ ഭാര്യയുടെ മനസ്സും വയറും നിറയണം, അതാണ് എൻ്റെ ഉന്നത. ചാച്ചൻ തിന്നില്ലേലും ചാച്ചനുള്ളതും കൂടെ ഞാൻ തിന്നായിരുന്നു. ജ്യൂസിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കും. ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന്. സ്റ്റാഫുകളൊക്കെ വൻ പൊളി സ്റ്റാഫുകൾ കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി പിള്ളേർ. നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരിക്കാൻ തോന്നും. അതായത് ആളുകളുമായിട്ട് ഇടപെടാൻ ഒരു അല്ലേ, അത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. കുറെ നേരം ആ കഫറ്റേരിയയിൽ നിന്ന് കത്തിയൊക്കെ അടിച്ച് ഞാനും ചാച്ചൻ എന്തൊക്കെയോ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പിരിഞ്ഞു. സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാ. സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ സ്മെല്ലടിക്കുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോസ് എടുക്കുന്ന പയ്യൻ്റെ അടുത്ത് പറഞ്ഞു നീ അപ്പുറത്ത് പോയി റെസ്റ്റ് ചെയ്തോളാം. സോ സ്ട്രെയിറ്റ് ചെയ്യുന്നത് ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ, എടുത്ത് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് അവരത് നമുക്ക് വേണ്ടത്ര സ്ട്രെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല നാച്ചുറൽ ലുക്കിൽ വേണം, അതുകൊണ്ട് മൊത്തത്തിലിട്ട് സ്ട്രെയിറ്റ് ചെയ്യേണ്ട ഒരു 60% സ്ട്രെയിറ്റ് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിരിക്കും എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഒത്തിരി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചൂല് പോലെ കിടക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുള്ള ലുക്ക് ഇനി കാണിക്കാം. ഓക്കെ ബൈ. ഇപ്പം നമ്മുടെ ചാച്ചനെ മുടി വെട്ടാൻ കയറിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ കുറേ ആയില്ലേ എന്നെ കണ്ടുമടുക്കുന്നു, അപ്പോൾ പിന്നെ ചാച്ചനെ പോയി കണ്ടിട്ടോ. മൊത്തത്തിൽ അങ്ങ് മാറാൻ പോവാ. എങ്ങനെ ട്രാൻസാക്ഷൻ ഇങ്ങനെ തല വെച്ചാൽ മതിയോ? അന്നൊന്ന് ഇപ്പോൾ വേണം എന്നെ ഒന്ന് കണ്ടോ. ആള് മാറാൻ പോവാ, ആൾമാറാട്ടം ഇപ്പം കണ്ടോണം. നമുക്ക് ഇവിടെ എവിടെ ഇതിനകത്തിലാണോ?
ഗൈസ് നമുക്ക് അവിടെ റിയാക്ഷൻ നോക്കാം കേട്ടോ, എങ്ങനെയാണ് തെറിയായിരിക്കും. കാരണം ക്ലീൻ ഷേവ് ചെയ്തോണ്ടേ. പണ്ട് നേരത്തെ ആണെങ്കിൽ അവളെന്നോട് പറയും ക്ലീൻ ഷേവ് ചെയ്യണമെന്ന് പറയും. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇവള് പറഞ്ഞ് എന്നോട് ക്ലീൻ ഷേവ് ചെയ്യേണ്ടതെന്ന്. ജെൻസിൻ്റെ അതിനകത്താണോ അവള് ഇവിടെ? നമുക്ക് നോക്കാം, അവിടെ റിയാക്ഷൻ നോക്കാം. തെറിയായിരിക്കും. ഇതൊന്ന് മൊത്തം പോയിങ്ങിരിക്കുന്നത്. എടി എന്താണെന്നറിയാമോ എടി, എപ്പോഴും ഇത് വന്ന് ഒരു കൂട്ടായി കഴിഞ്ഞാൽ പറ്റുമോ? അത് എൻ്റെ പുതിയ സ്റ്റൈലാ. ഇതെന്തോടി ഇതിനകത്ത് മൊത്തം പോക്കറ്റ് വള വെച്ചേക്കുന്നത്. മുടി വെട്ടുന്നതിന്റെ കൂട്ടത്തിൽ സ്റ്റൈലാന്ന് പറഞ്ഞ് വരയും കൂടി ഇട്ടിട്ടാ ചാച്ചൻ വന്നത്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നേരെ ഹെയർ വാഷ് ചെയ്യാൻ പോയി. അല്ല ഗൈസ്, ഞാൻ ഓൾറെഡി ഒന്ന് കഴിച്ചാണ്. പക്ഷേ എനിക്ക് പിന്നെയും വിശക്കുന്ന ചാച്ചൻ കഴിക്കാൻ പോകുന്നു പറഞ്ഞപ്പം ഞാൻ പിന്നെ അവിടെ കഴിക്കാൻ പോകണം. അതുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു ഇപ്പം എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണ്ട, എനിക്ക് വിശക്കുന്ന. ഞാൻ 1 മണിക്കൂർ മുന്നേ വെച്ച് ചോറ് കഴിച്ചത് നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഇനിയും ചോറ് വേണം. എനിക്ക് കൊതി വരുന്നു. അതിൻ്റെ അകത്ത് മീനൊക്കെ എനിക്ക് ഇപ്പോഴേ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ അതിക്കകത്തൊക്കെ വെള്ളം വരും. അതുകൊണ്ട് ഞാൻ ജൽദി കറോ കാന ചോറ് മീൻ വറുത്തത്. എൻ്റെ മനസ്സിലതിങ്ങനെ വന്ന് കിടക്കുക. ഈ ബായി ഭയങ്കര അടിപൊളിയാട്ടോ. ഇത്രയും നേരം എൻ്റെ അടുത്ത് പുള്ളിയുടെ വീട്ടിലെ കഥയൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. അയ്യോ, പകുതി മുക്കാലാക്കിയടാ ഇത്. ഇച്ചിരി കൈ കഴിച്ച് വെള്ളം തരുമോ? എനിക്ക് കൊതി വന്നു. വിശന്നിരിക്കുമ്പോൾ കൈയും കാലും ഒന്നുമില്ല ഗായ്സ്. ആണോ? വേണ്ട, എനിക്ക് കൊതി. ഇതിൻ്റെ അകത്ത് നെല്ലിക്ക എന്ത്? ഇതിൻ്റെ അകത്ത് മാങ്ങാച്ചാറാണോ? കുറച്ചും വലിയ ചോറ് കയറ്റിയത് എന്നെ കഴിക്കാൻ സമ്മതിക്കത്തില്ല ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ മീൻ വറുത്തത് അവിടെ സമാധാനത്തോടെ ഇവളെ അവിടെ വെള്ളത്തിൽ കുളിപ്പിക്കാനിട്ടപ്പോൾ ഇങ്ങോട്ട് വന്നാണ്ടാ ഓടി വരുന്നു. ചാച്ചന് ഞാനാണോ ഈ മീൽസ് ആണോ വലുത്? എനിക്കിപ്പം മീൽസ വിശന്ന് കണ്ണ് കാണാതിരിക്കുക. എനിക്കെന്നെ കുഞ്ഞാ വരില്ല. പക്ഷെ എനിക്കിതാ വലുത്. ചാച്ച എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല, മുട്ടയില്ല. അയ്യോ, ഈ മീൻ കണ്ടില്ല. പാത്ത് വെച്ചാ ഞാൻ എന്തോ കഷ്ടമായി. സവാള. അങ്ങനെ ഊണിൻ്റെ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ സ്ട്രൈറ്റ് ചെയ്യാൻ വന്നു ഗൈസ്. ഞാൻ ഈ കഴിക്കുന്ന കണ്ട് എല്ലാവരും വാരി വലിച്ച് കഴിക്കുകയല്ലേ. ഉള്ള ചോറെല്ലാം കഴിച്ച് എനിക്ക് 2 ഇരട്ടി വയറായി ഇപ്പം. ഇത് ഞാൻ കാണുന്ന ഡ്രീമാണോ? ചെറുക്കൻ എത്ര നേരം കഷ്ടപ്പെട്ടാന്നറിയോ? ഇനി ഒരാഴ്ചത്തേക്ക് കുളിയില്ല, അത് വേറെ കാര്യം. മറ്റേ പെടലിരിക്കുന്ന മറക്കല്ലേ. ചാച്ച ലിപ്സ്റ്റിക് ഇച്ചിരി എടുത്തോണ്ട് വരാവോ? ചക്കരയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇളകും ഞാൻ. സത്യനാരായണ സോണിയേ. ഇവിടെ 3 ക്യാമറ. വേറൊരു കാര്യമുണ്ട്, ഇവൻ എഡിറ്റ് ചെയ്ത പിന്നെ അറിയും ഇവരിനി എങ്ങനെയാണോ ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സ്ട്രെയിറ്റ് ചെയ്യേണ്ട, നാച്ചുറലായിട്ട് കിടക്കണമെന്ന്. അതങ്ങനെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ ബുദ്ധിപരമായിട്ട് 2 എടുത്തോണ്ട് വന്നു. നമ്മുടെ കൂടി എല്ലാം പഠിച്ചവൻ. ഗൈസ്, വലിയൊരു ട്രാൻസിഷനാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത തരം ഒരു ട്രാൻസിഷൻ, പെടലുളുക്കി ട്രാൻസിഷൻ. ഞാൻ തന്നെ പേരിട്ടു. അല്ലേ പെടൽ വെട്ടി. ഒന്ന് ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ചിരിക്കുന്നതിന് ഇങ്ങനെ കൊള്ളാം. ഒരു സ്ഥാപനം എങ്ങനെയൊക്കെ വന്ന് തിരിച്ചു വെക്കാവോ അതിലേറെ അപ്പുറമായി തിരിച്ചു വെച്ചിരിക്കുന്നു. ഇവരായതുകൊണ്ട് നമ്മളെ ഇവിടെ ഇറക്കി വിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തേന്? സോ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ റിസൾട്ട്. ചാച്ചന്, അതായത് ഞാനാണ് ഇവിടെ, എനിക്ക് ബോട്ടോക്സ് ചെയ്യാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നതിൻ്റെ കൂട്ടത്തിൽ ചാച്ചൻ ബോണസായിട്ട് കുറേ ചെയ്തു. അതുകൊണ്ട് പുറയിലൊരു വരയൊക്കെ ഇട്ടിട്ടുണ്ട്. പഴയ ജീവിതത്തിലോട്ട് ഞാൻ പോയി. പഴയ ജീവിതത്തിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വെട്ടുന്ന ബോക്സാണ്. ഇത് സുഗതൻ്റെ പുതിയ ജീവിതമാണ്. സുഗത അതിപ്പോൾ ഞാൻ വിചാരിച്ചൊരു പുതിയ ലുക്ക് പിടിച്ചതാണ്. ചാച്ചന് ഹെയർ ചെയ്തു, ബിയേഡ് ചെയ്തു. കൊറിയൻ ഹെയർ സ്പാ കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല മസാജായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ക്ലീനപ്പ് ചെയ്തതും അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ത്രെഡ് ചെയ്തു. നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കണ്ണും മൂക്കും മറ്റേ പിരിവും ഒക്കെ ആണല്ലോ. ആകെപ്പാടെ എനിക്കൊരു കൊച്ചു മുഖത്തിൽ നല്ല വൃത്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ
അതെ, ഞാൻ ഇച്ചിരി സുന്ദരിയായത് ചാച്ചൻ ഇച്ചിരി പ്രശ്നം വന്നിട്ടുണ്ട്. സോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. യാ, അപ്പോൾ ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മസ്റ്റായിട്ട് പറയുന്നു ഇവിടെ ഒന്ന് വരാം. ഇനി അത് മാത്രമല്ല ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ നമുക്കിരുന്ന് ഓരോന്നിങ്ങനെ നമുക്ക് ഇപ്പം എന്തോ ചെയ്യാൻ ഞാൻ എല്ലാം അന്നേരം ഒറ്റ മൈൻഡിലായിരുന്നു. എനിക്കിങ്ങനെ കാണുമ്പോൾ മുടി വെട്ടുന്നത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുടി വെട്ടിയേക്കാം. ഒറ്റ മൈൻഡിലുള്ള പരിപാടിയായിരുന്നു. പിന്നെ കഴിക്കാൻ ആഹാരം, ഫുഡ്, അതുപോലെ തന്നെ പ്ലസ് ആംബിയൻസ് നമ്മളൊരു സലൂണാണെന്ന് പറയത്തില്ല, ആ രീതിയിലുള്ള ആംബിയൻസ്. ഈവൻ ഞാൻ വെളിയിൽ നിന്ന് നടന്നു വന്നപ്പോൾ സ്റ്റാഫുകളൊക്കെ അവിടെ ഇരുന്ന് ഊഞ്ഞാലിടുക, എന്ത് കൂളായിട്ട്. പാർക്ക് കഴിക്കാൻ, കുടിക്കാൻ, അതുപോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു സലൂണെന്ന് പറയുന്നത് അത് ഭയങ്കര അടിപൊളിയാണ്. സോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം, ഈവൻ എനിക്കറിയില്ലായിരുന്നു തിരുവല്ലയിൽ ഞാൻ ചാച്ചൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു നല്ല സലൂൺ ഇവിടെ ഉള്ള കാര്യം. ഞാനതുകൊണ്ട് കൊച്ചിയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഇത്രയും വർത്തായിട്ടുള്ള സർവീസ് നമുക്ക് കിട്ടുമെന്നും ഇതുപോലത്തെ നല്ലൊരു ആംബിയൻസ് ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലായത്. അപ്പം ഈ സ്ഥലം ഇതുവരെ ഞങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ സ്ഥലം വരുന്നത് മായ സിൻഡ്രല്ല സലൂൺ, തട്ടാരമ്പലത്തിൻ്റെ അടുത്ത്. നമ്മൾ മാവേലിക്കര തട്ടാരമ്പലത്തിൻ്റെ നിയറായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യും, അതുപോലെ തന്നെ കമൻറ്റിലും കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വൺസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ വലിയ സർവീസ് ഒന്നും ചെയ്യണമെന്നില്ല, ഈവൻ ഒരു ത്രെഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെ ശരിക്കുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. Wow.